തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്ന് സകലർക്കും നൽകുന്ന ഒരു സന്ദേശമാണത്. ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. എന്താണ് ഈശോ നമുക്ക് തരുന്ന പുതിയ കൽപ്പന? പുതിയ കൽപ്പന എന്ന് പറയുമ്പോൾ തന്നെ പഴയ കൽപ്പനയുണ്ട് എന്ന് അർത്ഥം. ഈശോ നമുക്ക് തരുന്ന പുതിയ കൽപ്പന എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ നമ്മോട് പറയുന്ന കാര്യം അതാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. രണ്ടാമത് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. മൂന്നാമത് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. അപ്പോൾ ഒരു പുതിയ കൽപ്പന തരുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് 3 കാര്യമാണ് കർത്താവ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഇപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന പരസ്പരം സ്നേഹിക്കുക. ആരെ സ്നേഹിക്കണം? ഏത് മതസ്ഥരെ സ്നേഹിക്കണം? ഏത് ഡിനോമിനേഷനിൽപ്പെട്ടവരെ സ്നേഹിക്കണം? അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഞാൻ ഏത് ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഏത് സ്കൂളിൽ ജോലി ചെയ്യുന്നു, ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഏത് പറമ്പിൽ ജോലി ചെയ്യുന്നു, പരസ്പരം നാം അധ്വാനിച്ച് വളരുകയാണ് ഈ ലോകത്തിൽ. നമ്മൾ പരസ്പരം അധ്വാനിക്കുന്നവരാണ്. പരസ്പരം ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വ്യവസ്ഥയില്ലാത്ത ഒരു സ്നേഹം നമ്മളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ നിർവചനം വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു വച്ചിട്ടുണ്ട്. 1 കൊറിന്തോസ് 13-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വചനങ്ങളിൽ അവിടെ നാം ഇപ്രകാരമാണ് കാണുക. സ്നേഹത്തിൻ്റെ നിർവചനമാണ് അവിടെ കൊടുത്തിരിക്കുക. സ്നേഹം കോപിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അത് വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. തുടർന്ന് ആ തിരുവചന ഭാഗത്ത് വായിക്കുമ്പോൾ പ്രവചനങ്ങളും ഭാഷകളും ഒക്കെ ഇല്ലാതാവും. എന്നാൽ അവസാനിക്കാത്തത് സ്നേഹം മാത്രമാണ്. യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്, ദൈവം സ്നേഹമാണ് എന്ന്. ദൈവത്തിൻ്റെ പേര് സ്നേഹം എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. ഈശോയുടെ വക്ഷസിൽ ചാരിക്കിടന്ന് വളർന്ന വ്യക്തിയാണ് ഈ യോഹന്നാൻ ശ്ലീഹ. അപ്പസ്തോലന്മാരിൽ ചെറുപ്പക്കാരനും വിവാഹം കഴിക്കാത്തവനും
യോഹന്നാൻ സ്ലീഹായാണ്. എനിക്ക് തോന്നുക ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ബാക്കി അപ്പസ്തോലന്മാരെയൊക്കെ കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് കർത്താവ്. എന്നാൽ ഈ യോഹന്നാൻ സ്ലീഹ ഈശോയെ അങ്ങ് അടുത്ത് കഴിഞ്ഞപ്പോൾ അവന് വേറൊരു ചിന്തയും ഉണ്ടായി കാണില്ല. വിവാഹം കഴിക്കാനോ വീട്ടുകാരുടെ കാര്യം അന്വേഷിക്കാനോ ജോലി അന്വേഷിക്കാനോ ഒന്നും യോഹന്നാൻ സ്ലീഹ പിന്നെ പോകുന്നില്ല. യോഹന്നാൻ സ്ലീഹ അങ്ങനെ ഈശോയുടെ കൂടെ അങ്ങനെ ആയിരിക്കുകയാണ്. സ്നേഹത്തെക്കുറിച്ച് വളരെ നല്ല സന്ദേശം ലോകത്തിന് നൽകുന്നത് യോഹന്നാൻ സ്ലീഹായാണ്. ഒരു സ്നേഹത്തിൻ്റെ സുവിശേഷകൻ എന്നുകൂടി ഈ യോഹന്നാൻ സ്ലീഹായെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇപ്പം ദൈവത്തെക്കുറിച്ച് നമുക്ക് യോഹന്നാൻ സ്ലീഹ നൽകുന്ന സന്ദേശം ദൈവ സ്നേഹമാണ് എന്നതാണ്. ഈശോ പറഞ്ഞ അതേ കാര്യം വളരെ വ്യക്തമായി സ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് ഈശോ പറയുന്നത് അതൊരു കൽപ്പനയായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ അയൽക്കാരനെ സ്നേഹിക്കുന്നത് ഒരൗദാര്യമല്ല, അത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണ്. വേദനിക്കുന്നവന്, പ്രയാസപ്പെടുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതോ വസ്ത്രം കൊടുക്കുന്നതോ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതോ അവനെ പഠിക്കാൻ സഹായിക്കുന്നതോ അത് നാം ചെയ്യുന്ന ഒരു ഔദാര്യമായി കണക്കാക്കേണ്ടതില്ല പ്രിയരെ. അത് ഞാൻ ചെയ്യുന്ന എന്തോ ഒരു വലിയ കാര്യമാണെന്നൊരു ക്രിസ്ത്യാനിക്ക് അവകാശപ്പെടാനില്ല. കാരണം ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതൊരു കൽപ്പനയായി തീർന്നിരിക്കുകയാണ്. ഒരു പുതിയ കൽപ്പന തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന്. കാരണം യഹൂദന്മാർക്ക് അങ്ങനെ ആയിരുന്നില്ല. യഹൂദനെ മാത്രമേ സ്നേഹിക്കൂ. യഹൂദൻ ഒരിക്കലും യഹൂദ മതത്തിന് വെളിയിലുള്ള ഒരാളെ സ്നേഹിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം വിജാതീയരെ അവരങ്ങ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ദൈവം മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് വിജാതീയരെ യഹൂദന്മാർ കണ്ടിരുന്നത്. യഹൂദൻ്റെ ഭാഷയിൽ വിജാതീയൻ എന്ന് പറഞ്ഞാൽ യഹൂദൻ അല്ലാത്തവരെല്ലാം വിജാതീയൻ എന്നാണ് കണക്കാക്കുന്നത്. സ്വജാതീയൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജാതിയിൽപ്പെട്ട ആളുകൾ, യഹൂദ മതത്തിൽപ്പെട്ട യഹൂദ വിശ്വാസമുള്ള ആളുകൾ മാത്രം. അങ്ങനെ ഒരു ശുഷ്കമായ മനസ്സുള്ള ആളുകളായിരുന്നു യഹൂദന്മാർ. അത് വാസ്തവത്തിൽ ശരിയായൊരു കാഴ്ചപ്പാടല്ല. എൻ്റെ മതം മാത്രം വലുത്, എൻ്റെ മതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ മതത്തിൽ നിന്ന് ആരും മറ്റൊരു മതത്തിലേക്ക് പോകാൻ പാടില്ല, ഇതൊക്കെ യഹൂദൻ്റെ കാഴ്ചപ്പാടാണ്. സാവൂള് ഒരു യഹൂദ മതത്തിൽ ജനിച്ചു വളർന്നയാളാണ്. യഹൂദ മതത്തിൽ ജനിച്ചു വളർന്ന സാവൂള് ഒരു വേള അറിയുന്നത് യഹൂദ മതത്തിൽ നിന്ന് ആളുകൾ ക്രിസ്ത്യാനികളായി മാറുന്നു എന്നതാണ്. അത് സാവൂളിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. തൻ്റെ മതത്തിൽ നിന്ന് ആളുകൾ നഷ്ടപ്പെടുന്നത് അവന് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മതസ്നേഹിയോ ഒരു മതഭ്രാന്തനോ ഒക്കെ ആയിട്ട് സാവൂള് മാറുന്നുണ്ട്. അതുകൊണ്ട് ആളുകളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും ഒരു മടിയും സാവൂളിനില്ല. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മതങ്ങൾക്കും ജാതികൾക്കും വർണ്ണങ്ങൾക്കും വർഗങ്ങൾക്കുമൊക്കെ അപ്പുറമായി മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മുടെ മുമ്പിൽ വിഷമിച്ച് കൈനീട്ടുന്ന ഒരു വ്യക്തി ഏത് മതത്തിൽപ്പെട്ടവനാണ് എന്ന് നാം അന്വേഷിക്കരുത്. അവൻ വിശന്നിട്ടാണ് കൈനീട്ടുന്നത്. അവനൊരു വ്യക്തിയാണ്. ഒരു മനുഷ്യനെ വ്യക്തിയായി തന്നെ നാം മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. അവൻ ആവശ്യമുള്ളവനാണ്. വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകണം എന്ന് കർത്താവ് പറഞ്ഞു. ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കണമെന്ന്
ഈശോ പഠിപ്പിച്ചു. രോഗിയാണെങ്കിൽ അവനെ ശുശ്രൂഷിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. ആരെങ്കിലും കാരാഗ്രഹത്തിൽ, ജയിലിലാണെങ്കിൽ ജയിലിലുള്ളവരെ പോലും നാം അവഗണിക്കരുത് എന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇന്ന് ജയിലുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളുമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിലിലായിപ്പോയ സഹോദരങ്ങൾ ആരും ഈ ലോകത്തിൽ കൊലപാതകികളായി, വ്യഭിചാരിയായി, കള്ളനായി ജനിക്കുന്നില്ലല്ലോ. അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മോട് പറയുന്നത് അവരെയും സ്നേഹിക്കണം എന്ന് തന്നെയാണ്. ആർക്കേലും എന്തേലും വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ എനിക്കും ചെയ്യാൻ കഴിയൂ. ഓരോ വ്യക്തിയും അവരുടെ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറുകയാണ്. ഒരിക്കൽ ജയിലിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ പോകുന്ന വേള ഏതാണ്ട് 20-25 വയസ്സ് പ്രായമുള്ളൊരു പയ്യൻ വചനം പ്രസംഗിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ അവനിരിക്കുകയാണ്. അവൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട് പ്രസംഗം കേൾക്കുമ്പോൾ. കഴിഞ്ഞപ്പോൾ അവൻ അടുത്തു വന്ന് കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കരങ്ങൾ ഉയർത്തുമ്പോൾ അവനോടൊരു ചോദ്യം: വിഷമം തോന്നരുത്, എന്തുകൊണ്ടാണ് ഈ ജയിലിൽ വന്നത്? അതെൻ്റെ അപ്പനെ കൊന്നിട്ടാണ്. ഞാൻ എൻ്റെ അപ്പനെ കൊന്നതുകൊണ്ടാണ് ഈ ജയിലിൽ ഞാൻ വരേണ്ടതായി വന്നത്. രണ്ടാമതൊന്നും കൂടെ ഞാൻ ചോദിച്ചു: വിഷമം തോന്നരുത്, എന്തുകൊണ്ടാണ് അപ്പനെ കൊന്നത്? അപ്പോൾ അവൻ പറഞ്ഞു: എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ എന്നും ഉപദ്രവിക്കുമായിരുന്നു. അമ്മയെ എൻ്റെ കുടുംബം പോറ്റുന്നത്. ഒരു ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിക്കെട്ടിടിക്കുകയാണ്. അവിടെ കിടന്നിരുന്ന ഒരു ഇരുമ്പ് വടിയെടുത്ത് അമ്മയെ രക്ഷിക്കാൻ എൻ്റെ അപ്പൻ്റെ തലക്കെട്ട് ഞാനൊരു അടി കൊടുത്തു. അപ്പൻ മരിച്ചുപോയി. ഞാൻ ആ ശിക്ഷ ഇന്ന് ജയിലിൽ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു സാഹചര്യമാണ് അവനെ കൊലപാതകിയാക്കി മാറ്റിയത്. ജയിലിൽ നിന്ന് അവൻ പുറത്തിറങ്ങുമ്പോഴും ലോകം അവനെ കൊലപാതകി, അപ്പനെ കൊന്നവൻ എന്നല്ലേ വിളിക്കുകയുള്ളൂ. കൊലപാതകിയായിട്ട് ലോകം അവനെ ചിത്രീകരിക്കുകയാണ്. യേശു പറഞ്ഞത് അവരെയും സ്നേഹിക്കണം എന്നാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. രണ്ടാമത് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. പാപികളെ സ്നേഹിച്ചവൻ, രോഗികളെ സ്നേഹിച്ചവൻ, തകർന്നവനെ സ്നേഹിച്ചവൻ, ബന്ധിതനെ സ്നേഹിച്ചവൻ, എന്നും പാവപ്പെട്ടവൻ്റെ പക്ഷം ചേർന്നവനാണ് ക്രിസ്തു. പാവപ്പെട്ടവനോട് എന്നും ചേർന്നിരുന്നവനാണ് കർത്താവ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ പാവങ്ങളെ സ്നേഹിക്കാൻ കാരണം ക്രിസ്തു പാവങ്ങളുടെ പക്ഷം നിന്നവനായതുകൊണ്ടാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ മാർപ്പാപ്പ ഒരിക്കൽ പ്രസംഗിക്കാനായിട്ട് നിൽക്കുമ്പോൾ 3 സ്ത്രീകൾ അവിടെ നിൽക്കുകയാണ്. മാർപ്പാപ്പ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന വേളയിൽ ഈ 3 സ്ത്രീകളിൽ ഒരു സ്ത്രീ മാർപ്പാപ്പയെ അരികിലേക്ക് വിളിച്ചു. മാർപ്പാപ്പ ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്നു. ഒരു ബട്ടർഫ്ലൈ, ഒരു പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ, അത് മാർപ്പാപ്പയുടെ ദേഹത്ത് കുത്തിക്കൊടുത്തു. ആ ഉടുപ്പിലേക്ക് അത് തുന്നി പിടിപ്പിച്ചു.
മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ തന്നെ അത് കുത്തിത്തരാൻ. സമൂഹം വെറുക്കുന്ന വേശ്യകളായി ജീവിക്കുന്നവരാണ് ആ 3 പേരും. അവർ വെറുതെ വേശ്യകളായി തീരുന്നവരല്ല. ആ രാജ്യത്ത് പട്ടാളക്കാർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന വിധവകളായ ആളുകളാണ് എന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ച് അവർ മരിക്കുകയാണ്. വളരെ മാന്യമായി മാർപ്പാപ്പ അവരോട് പെരുമാറി എന്നതാണ് അവരുടെ മനസ്സിന് ആശ്വാസം നൽകിയതെന്ന് പാപ്പ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. ഈ ബട്ടർഫ്ലൈ പാപത്തിലും തിന്മയിലും ജീവിക്കുന്ന ആ വ്യക്തി തൻ്റെ ദേഹത്ത് കുത്തി അതിനുശേഷം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ കാസായും പീലാസായും മാർപ്പാപ്പ ഉയർത്തിപ്പിടിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തോട്, യേശുവിൻ്റെ ശരീരത്തോട് ആ കുലടയായ സ്ത്രീ കുത്തിക്കൊടുത്ത ആ ബട്ടർഫ്ലൈയോട് ചേർന്നു നിൽക്കുകയാണ് കാസായും പീലാസായും. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. എന്നിട്ട് പാപ്പ പറയുകയാണ്, ക്രിസ്തുവെന്നും പാവങ്ങളുടെ പക്ഷം നിന്നവനാണ് എന്ന്. മാത്രമല്ല, പല പണക്കാരൻ്റെ വീട്ടിലും ധനവാന്മാരുടെ വീട്ടിലും ഭക്ഷണത്തിനിരിക്കുമ്പോഴും പാവപ്പെട്ടവന് കയറി വരുവാനും ഒരു പാപിക്ക് കടന്നു വരുവാനുമുള്ള സ്വാതന്ത്ര്യം കർത്താവ് നിഷേധിച്ചില്ല. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ കാലിൽ പിടിച്ച് പാപിനിയായ സ്ത്രീ കരയുമ്പോൾ ഓടിച്ചു വിടാത്തത്. ഈശോ ധനവാന്റെ അതിഥിയായി ആ കൊട്ടാരത്തിലായിരിക്കുമ്പോഴും ആ ഭവനത്തിലായിരിക്കുമ്പോഴും ഈശോ ആയിരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാൻ ആ പാപിനിയായ സ്ത്രീക്ക് കഴിയുകയാണ്. ഈശോ നമുക്ക് നൽകിയ കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഒരിടവകയിൽ ഒരു സാധാരണ വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഡേവിസ് ചെറമേലച്ചൻ. ഈ ചെറമേലച്ചൻ ഇടവകയിലായിരിക്കുമ്പോൾ ഏതാനും ചില അൽമായ സഹോദരങ്ങൾ ഒരു ഹൈന്ദവ സഹോദരൻ്റെ കിഡ്നി പോയതിൻ്റെ പേരിൽ പിരിവെടുക്കാൻ വേണ്ടി ഇടവകയിലെത്തിയതാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, പണം മാത്രമല്ല, എൻ്റെ കിഡ്നി കൂടി ഞാൻ തരാമെന്ന്. ആ കിഡ്നി കൊടുത്തതുവഴി ലോകം അറിയപ്പെടുന്ന ഒരു ദൈവസ്നേഹിയായി, മനുഷ്യസ്നേഹിയായി ഡേവിസ് ചെറമേലച്ചൻ അറിയപ്പെടുകയാണ്. അച്ഛൻ കിഡ്നി കൊടുത്ത് മാനവകാരുണ്യ യാത്ര എന്ന പേരിൽ ഒരു യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയപ്പോൾ ആ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ കർത്താവിനിക്ക് ഭാഗ്യം തന്നത് ഞാൻ ഓർക്കുകയാണ്. അതിനിടയായത് എൻ്റെ ഭാര്യ ഒരു പാവപ്പെട്ട കൊച്ചിന് 10 പൈസ പോലും മേടിക്കാതെ ഒരു കിഡ്നി കൊടുത്തതുകൊണ്ടാണ്. എൻ്റെ ഭാര്യയ്ക്കിന്ന് ഒരു കിഡ്നിയേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സ്നേഹിക്കാനാണ് ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നുണ്ട്, അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്വാർത്ഥതയില്ലേ?
സ്വാർത്ഥതയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും ആഹാരം ഉണ്ടാക്കി തരുന്ന ഭാര്യ ഒരു ദിവസം ആഹാരം ഉണ്ടാക്കാതിരിക്കട്ടെ. എല്ലാ ദിവസവും ഡ്രസ്സ് തേച്ച് തരുന്ന ഭാര്യ ഒരു ദിവസവും ഡ്രസ്സ് തേച്ച് തരാതിരിക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒക്കെ ചെയ്തു തരികയാണെങ്കിൽ അവരോടൊക്കെ നമുക്ക് സ്നേഹമാണ്. അതിനെയാണ് സ്നേഹമെന്നൊക്കെ നമ്മൾ വിളിക്കുക. ഞാനൊരാളെ സ്നേഹിക്കുന്നു, അയാൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് സ്നേഹമെന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരനെ സ്നേഹിക്കണം എന്നല്ലേ കർത്താവായ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോ നമുക്ക് തരുന്ന സന്ദേശവും അത് തന്നെയല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. ഇപ്പം നമ്മളൊക്കെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയുന്നത് നമ്മുടെ വാഗ്വാദം കൊണ്ടല്ല, വാഗ്ധോരണികൾ കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. അതെന്ത് പ്രവൃത്തി? സ്നേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. ഇപ്പം സ്നേഹത്തിൻ്റെ പ്രവൃത്തി നൽകാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈശോ സ്നേഹിച്ചതുപോലെയാണ് നാം സ്നേഹിക്കേണ്ടത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി സംസാരിക്കാനായിട്ട് വന്നു. ആ സഹോദരി പറഞ്ഞു, എനിക്കെൻ്റെ ഭർത്താവുമൊത്ത് ജീവിക്കാൻ താല്പര്യമില്ല. ആ ഭർത്താവ് പറഞ്ഞു, എനിക്ക് അവളെ വേണ്ട. രണ്ടുപേരും വേർപിരിഞ്ഞു. ഡിവോഴ്സായി 10 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ നാളിൽ ഞാൻ ആ സഹോദരിയെ കാണാനിടയായി. ആ സഹോദരിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്തായാലും വർഷങ്ങളായില്ലേ, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, വേറെ കല്യാണവും കഴിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്ക് രമ്യപ്പെട്ടുകൂടെ? നിങ്ങൾക്കൊരുമിച്ച് ജീവിച്ചുകൂടെ? ക്ഷമിക്കാൻ പറ്റാത്തതായി എന്താ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്? ഇത്രയും കാലം ജീവിച്ചപ്പോൾ ഒരുമിച്ച് ജീവിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒരിക്കലും അത് നടക്കില്ല എന്ന് ആ സഹോദരി പറഞ്ഞു. രണ്ടാമത്തെ എൻ്റെ ചോദ്യം ഇതായിരുന്നു: ഒരുമിച്ച് ജീവിക്കാൻ അദ്ദേഹം തയ്യാറായാലോ? അയാൾ വീണ്ടും നിങ്ങളെ അന്വേഷിച്ചാലോ? പെട്ടെന്ന് ആ സഹോദരി പറയുകയാണ്, അങ്ങനെ സംഭവിക്കുമോ? അതൊരു പ്രതീക്ഷയുടെ വാക്കാണ്. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അരമന കോടതിയിൽ നിന്നും എല്ലാ കോടതികളിൽ നിന്നും ഡിവോഴ്സ് കിട്ടി രണ്ടുപേരും ഒറ്റയ്ക്ക് 2 സ്ഥലത്ത് 10 വർഷമായി ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് ജീവിച്ചാൽ കൊള്ളാം എന്ന ഒരാഗ്രഹം, എല്ലാം മറക്കാൻ പൊറുക്കാൻ ഒരാഗ്രഹം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഇപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. ജീവൻ ബലി കഴിച്ച് സ്നേഹിക്കാനാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവൻ ബലി കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ക്രിസ്തുവിനെ പ്രതി ബലി കഴിച്ച് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. അതിനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സകലരും സ്നേഹത്തിൽ വളരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് അവിടുന്ന് ഒരു കൽപ്പന ഞങ്ങൾക്ക് നൽകിയല്ലോ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഒരൗദാര്യമല്ല. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഔദാര്യമല്ല. ക്രിസ്ത്യാനിക്ക് അത് കൽപ്പനയാണ്. അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.